വേഗം പോണം ഒത്തുപിടിച്ചു നേരം പോയി വേഗം പോണം ഒത്തുപിടിച്ചു സന്തതം അന്ധകാരങ്ങൾ തോന്നിടുവാ അന്ധബന്ധം പുനരന്തൊരു സാഹസം കൃഷ്ണ അന്തരാ നീ നിരൂപിച്ചിതു മാനസേ അമ്മേ ഭവതി കുളിപ്പതിനായുടൻ എന്താ വേളം? എന്റെ ബാറ്റിംഗ് ബാറ്റ് ചെയ്യുന്നില്ല. ഇല്ല പൂപ്പ, ഞാൻ ഔട്ടായിട്ടില്ല. ഇല്ല പൂപ്പ, അവൻ കള്ളം പറയാ. LPW. ശരിയാ ശരിയാ, കൊടുക്കടാ. വേളമൊക്കെ അവിടെ നിന്ന് കളിച്ചോണം, അല്ലെങ്കിൽ എല്ലാത്തിനെയും താൻ വായിക്കടൂ. കാക്കയെന്നുള്ളതിങ്ങാഗ്രഹമെപ്പോഴും രാപ്പകലേറ്റം രണ്ടു ദിവസത്തിനകം തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുപോയതാ. ആഴ്ച ഒന്ന് കഴിഞ്ഞു. ഒന്നും തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ടാവില്ല. അവരോട് തന്നെ ഒന്ന് പറഞ്ഞേക്ക്. ഇതൊരു സാധന. ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയാണോ അതോ? അല്ല, ഞാൻ തന്നെ തേച്ച് മിനിക്കിച്ച. എന്നാ അടുത്തടുത്ത് വെച്ചേരെ പത്തിരായിട്ട്. എന്താ അപ്പൂപ്പ ഇത്? അതോ, അത് രാക്ഷസന്റെ തൊപ്പിയാ. ആനയ്ക്ക് വെള്ളം കൊടുക്കുന്നതല്ലേ, എന്നിട്ടാ രാക്ഷസന്റെ തൊപ്പി. അപ്പൂപ്പിന്റെ തൊപ്പിയാ. താമായിക്കണോ? കേൾക്ക മാതാവേ, നിനയാത്തതോർക്കരുതാർക്കും അതിന് പാപം ഫലമായി വരും. മേൽക്കുമേലൊക്കെയും ആക്കമോടന്വഹം കാക്കയെന്നുള്ളതിങ്ങാ. ഈ അവധിക്കാലത്തെ ഇറക്കുമതി നിന്നെയാടാ സഹിക്കാൻ വയ്യാത്തത്. ഇനി ഈ കുന്തം വെച്ച് നീ കളിക്കുന്ന ഞാനൊന്ന് കാണട്ടെ. മനുഷ്യന്റെ പുറത്താ പന്ത് കളിക്കുന്നത്. ഊരിന്നകരികൾ. ആഗ്രഹമിപ്പോഴും ആഗ്രഹമിപ്പോഴും എന്താ ഇതൊന്ന് കുറുകി വരാത്തെ? തീ കുറച്ച് കൂട്ടി വെക്ക്. അപ്പൊ അടി കരിയില്ലേ? അത് ഇളക്കി കൊടുത്താ മതി. ഈ പായസക്കളി ഒന്നുകൊണ്ട് ഊണ് താമസമാവുന്നാ തോന്നുന്നു. കൊച്ചുവണ്ണേ, നിന്റെ ജോലി എളുപ്പം ഒതുക്കിട്ടേ കുറച്ച് കായ് വറുത്തെടുക്ക്. കണ്ണം വന്നാ ആദ്യം അതാ ചോദിക്ക. അയ്യോ, വാണ്ടപ്പടിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട, വെളിയിൽ പോ. അമ്മ പോ. അമ്മ, അപ്പൂപ്പ ഞങ്ങളുടെ പന്തെടുത്ത് വെച്ചിട്ട് തരുന്നില്ല. അമ്മയൊന്ന് തരാൻ പറ. വേണ്ട തബു, നേരെ ഉച്ചയായിട്ടും കളിയാ. കൈയും കാലും മുഖം കഴിയും, അത് തീർക്കേ. കളിച്ചു തീർന്നില്ലായിരുന്നു അമ്മ. വേണ്ട, കളിച്ചൊക്കെ മതി. അമ്മൂമ്മേ അമ്മൂമ്മേ അമ്മൂമ്മ ഒന്ന് തരാൻ പറ. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? കളിച്ചതൊക്കെ മതി. ഇപ്പൊ കണ്ണേട്ടം വരും. വെയിലത്ത് കളിക്കുന്നത് കണ്ട എല്ലാവർക്കും വിട്ടു നല്ല മുറിച്ചു. എന്തോ വസുമതി വരുന്നു. ചേച്ചി, ചേട്ടൻ എന്തേ വന്നില്ല? ഓ, എന്നാ പറയാനാ, ജോലി തിരക്കാത്രേ. അയ്യോ കഷ്ടം. അമ്മാവനറിഞ്ഞ ഇപ്പൊ തുടങ്ങും. കണ്ണാ, നീ അങ്ങ് വളർന്നൊരു പുരുഷനായല്ലോ. കുഞ്ഞമ്മയൊക്കെ എപ്പത്തി ബോംബെന്ന്? ഞങ്ങള് മിനിഞ്ഞാന്നെത്തി. രേണുകെ, എന്നാ നീ പിന്നെയും കറുത്തോ? അവനേക്കാൾ കളിയും കറക്കമൊക്കെ ഇപ്പൊ വിളിക്കാ കൂടുതൽ. അമ്മാവനെ കാണാം.
വിശ്വനാഥൻ വന്നില്ല അല്ലേ? ഇല്ലമ്മാവാ, ജോലി കൂടുതലും ഉണ്ട്. 3-ാം ഉത്സവത്തിന് തീർച്ചയായും വരും. വരും. കഴിഞ്ഞ തവണ ഇത് തന്നെയാ പറഞ്ഞത്. ആർക്ക് വേണം ഉത്സവവും ബന്ധുവീടും ഒക്കെ? എല്ലാരെയും ഒന്ന് ഒത്തു കാണാൻ ഓരോ അവധിക്കാലവും കാത്ത് ഞങ്ങളിരിക്കുന്നു. കൃഷ്ണകുമാർ ചെയ്തത് കണ്ടില്ലേ? വിജയലക്ഷ്മിയും പിള്ളാരെയും ബോംബെന്ന് കയറ്റിവിട്ടു. അത് തന്നെ ആയല്ലോ വലിയ ഒരു ത്യാഗം. എന്റെ വിജയ കൃഷ്ണകുമാർ വന്നില്ല. അവസാന നിമിഷം ഉഴപ്പി. ഇവിടെ ഒന്നും ബോറടിക്കുന്നു. വാസന്തി എത്ര നാളത്തേക്കാ? ഞാൻ എല്ലാം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ അമ്മാവ. ഈ അവധിക്കാലത്തെങ്കിലും എല്ലാം ഭംഗിയായിട്ട് നടക്കണമെന്നായിരുന്നു ആശ. ആ എന്താ? അത്രയ്ക്കങ്ങ് ബലവഹിക്കാതെ പതുക്കെ തടവ്. പ്രഷറാ. ഓ, പ്രഷറും ഷുഗറും. വേദന കൂടുതലുണ്ടെങ്കിൽ പറ, ചൂട് പിടിക്കാം. വേണ്ട, നീ ഒന്നുകൂടെ പതുക്കെ അങ്ങ് തടവിയാ മതി. പരമേശ്വരന്റെ തോളത്ത് പന്തോ? വേണ്ട, പെങ്ങളൊന്നും പറയണ്ട. അവളോടെങ്കിലും പോയിരുന്നോണ്ടാ മതി. തടവ്. അപ്പൂപ്പ. ആ കണ്ണനാന്നോടാ? ആന്നേ. എപ്പ എത്തിയത്? അല്പനേരമായി. വിജയലക്ഷ്മി കുഞ്ഞമ്മയുടെ പായസപാത്രത്തിനടുത്തായിരുന്നു. എന്തേ നിന്റെ അമ്മ? ഉണ്ട്, വല്യമ്മാവിന്റെ അടുത്ത് നിൽക്കുന്നു. ഇതെന്ത് പറ്റി അപ്പൂപ്പന്റെ കൈക്ക്? ബോംബെയിലെ കൊച്ചുമോൻ ക്രിക്കറ്റ് ബോൾ കൊണ്ട് തീർത്തൊന്ന് കൊടുത്തു. ആര്? തപ്പുവോ? എടാ ബൾക്കി. അമ്മൂമ്മ മാറ്, ഞാൻ തടകാം. വേണ്ടടാ മോനെ, കഴിഞ്ഞു. എന്നാലും കുറച്ച് ഞാൻ തടകട്ടെ അപ്പൂപ്പ, ഒരാശ. മോൻ ഇവിടെ ഇരി, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. അവിടെ ഒന്നും ആകാതെ കിടക്കുക. ശരി. നിന്റെ പാട്ടും പരീക്ഷയൊക്കെ എവിടം വരെ ആയി? പാട്ടിന് തൊട്ടതൊക്കെ ഫസ്റ്റ്. അടുത്ത കൊല്ലം യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആയിരിക്കും. പരീക്ഷയുടേതാ കഷ്ടം. അതെന്താ? പറയാം, അപ്പൂപ്പനെ സഹായിച്ചേ പറ്റൂ. എന്തുവാ കേക്കട്ടെ? തൈവേലിക്കലെ ഗോപവും കൂട്ടരും എഴുതിയിരുന്നു ഇപ്രാവശ്യത്തെ ഉത്സവ പ്രോഗ്രാമിന് പാട്ട് പാടണമെന്നും പിന്നെ അവരുടെ നാടകത്തിൽ അഭിനയിക്കണമെന്നും ഒക്കെ. ഞാൻ സമ്മതിച്ചുകൊണ്ട് വാക്കും കൊടുത്തു. ആ, എന്നിട്ടിപ്പോ എന്തായി? ഇപ്പൊ എന്റെ 2 പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടായിട്ട് അത് മാറ്റി വെച്ചിരിക്കുക. ആ പരീക്ഷ ഏത് സമയത്തും നടക്കാം. അതുകൊണ്ട് പടി എന്ന് പറഞ്ഞ് അമ്മ പുറകെ നടക്കും. പാടാനും റിഹേഴ്സലിനും ഒന്നും വിടില്ല. അതുകൊണ്ട് അപ്പൂപ്പൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണേ. അങ്ങനെ ഞാൻ കയ്യും കണ്ണും കാണിക്കുമ്പോ അപ്പൂപ്പൻ എന്നെ പൊടി വാങ്ങിക്കാൻ വിട്ടാ മതി. ഞാൻ അതുവഴി കറങ്ങി റിഹേഴ്സലൊക്കെ കഴിഞ്ഞിങ്ങ് വരാം. അത്രേ ഉള്ളോ? അത് ഞാനേറ്റു. നിന്റെ പാട്ടും നാടകവും ഇല്ലാതെ നമ്മുടെ തറവാട്ടമ്പലത്തിൽ എന്ത് ഉത്സവമാടാ. താങ്ക് യു. ഒത്തുപിടിച്ചോ? വേഗം പോയി, വേഗം പോണം. എന്റെ ഭഗവാനെ, എന്താ ഇത്? തബു, നീ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നേ? നിനക്ക് വല്ല വിവരമുണ്ടോ? എന്റെ വിജയ്, ദേ നോക്കിയേ, അമ്മാവിന് റൊട്ടി ഉണ്ടാക്കാൻ അമ്മ ഒഴിച്ചു വെച്ച ഗോതമ്പ് മാവ. എന്താ ഇത്? എന്താ ഇതെന്ന്? എന്നാമ്മേ? ദേ നോക്ക്, തീരില്ലല്ലേ നിന്റെ പിരിവിരിപ്പ്? നിന്നോട് ഞാൻ പറഞ്ഞാണ് കൈയും കാലും മുഖം കഴിയാത്തേറെ. എന്നിട്ട് എന്തായി കാണിച്ചേ? എന്തായി കാണിച്ചെന്ന്? ശരിയാക്കും നിന്നെ. കണ്ണാ, നീ ഒന്നും ചെല്ല്, അല്ലെങ്കിൽ അവൾ അവനൊരു പരുവാക്കും. കുഞ്ഞമ്മേ, ബബ്ലി മാസിനെ ഇങ്ങ് വിട്ടേരെ. അവന്റെ ഒരു നോട്ടം കണ്ടില്ലേ? എന്താണ് നോക്കുന്നേ? ഇങ്ങ് വിട്ടേരെ, ഇനി ഞാൻ ഏറ്റു അവന്റെ കാര്യം. നീ തന്നെ ചോദിക്ക, മടുത്തു ഞാൻ ഇവനെ കൊണ്ട്. ആസത്ത് എന്നാ അട ഉണ്ടാക്കിയത്? എന്നാ ചെയ്യാനാ? ഇന്ന് അമ്മാവൻ ഉച്ചയ്ക്ക് പട്ടിയായത് സാരല്ലേ. നീ ചോദിച്ചു കേട്ടില്ലേ എന്തോ ഉണ്ടാക്കിയതെന്ന്? അപ്പൂപ്പനെ ഉണ്ടാക്കിയതാ തവിച്ചേട്. അപ്പൂപ്പനെ? അപ്പൂപ്പൻ ഞങ്ങളൊരു പന്തെടുത്ത് വെച്ചിട്ട് തന്നില്ല, അതുകൊണ്ടാ. ഡാ, നീ പന്ത് കൊണ്ട് അപ്പൂപ്പനെ തോളത്തടിച്ചും പോരാ, നീ വലിയൊരു ക്രിക്കറ്ററാണ് അല്ലടാ. നീ ആരാ? ഗവാസ്കറോ അതോ അസുറുദ്ദീനോ? കിർമാനിയാ. കിർമാണി. എന്നാലൊരു കാര്യം ചെയ്യും, കുഞ്ഞി കിർമാണികളെല്ലാം എന്റെ മുറിയിലോട്ട് ചെന്നിട്ട് അവിടുത്തെ പൊടിയൊക്കെ തൂത്ത് നിൽക്ക്. ഞാൻ അങ്ങോട്ട് വരാം. ചെല്ല്. ചെല്ലേ. നല്ല അടി കിട്ടിയല്ലേ, രക്ഷപ്പെട്ടു. ശരിയാ. നല്ല ആളാ. ഞാനിപ്പോ ഒന്ന് കയറിയതേ ഉള്ളൂ. കടയിൽ വരുന്നൊക്കെ ഞാൻ കണ്ടു. വാ, നമുക്ക് പോവാം. അവിടെ എല്ലാവരും നിനക്ക് വേണ്ടി കാത്തിരിക്കുക. നിന്റെ മോൻ കണ്ടാലും ഹൃദയത്തിലേക്ക് ഒന്ന് ചൂടാവും. എടാ ഗോപു, എനിക്കൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എന്റെ പരീക്ഷ. നല്ലൊരു കാര്യത്തിന് ഇറങ്ങും. പക്ഷെ അതിനും കെട്ട വർത്താനം. ഇല്ലടാ, ഒന്നും പറയണ്ട, നമുക്ക് പോവാം.